ഓ, അങ്ങനെ ഒരു വീഡിയോ ഉണ്ടെങ്കിൽ അതൊന്ന് കാണണല്ലോ. കാണിക്ക്, വീഡിയോ കാണിക്ക് എന്ന് ശ്രീകല ഇങ്ങനെ ധൈര്യത്തിൽ ചോദിക്കുമ്പോൾ, ആഹാ അത്രയ്ക്കായോ, ഇന്നാ പിടിച്ചോ എന്നും പറഞ്ഞ് ആനന്ദിന്റെ ഫോണിൽ ആ വീഡിയോ കാണിക്കുമ്പോഴാണ് ഒരു ട്വിസ്റ്റ് ഉള്ളത്. അതൊക്കെ സംഭവിക്കുന്നതിന് മുമ്പ് ഈ ഒരു പ്രഡിക്ഷൻ വീഡിയോയിൽ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇൻസ്പെക്ടർ ശ്രീകലയെ ഫോണിൽ വിളിക്കുകയാണ്. എന്നിട്ട് പറയാണ്, ശ്രീകലയും ഉദയഭാനും പറ്റുകയാണെങ്കിൽ നിങ്ങളുടെ മോള് ശ്രീദേവിയും നിങ്ങൾ ഉടനെ തന്നെ സ്റ്റേഷനിലേക്ക് ഒന്ന് വരണം. നിങ്ങൾ തന്ന കംപ്ലൈന്റ് അനുസരിച്ച് കംപ്ലൈന്റിൽ പറഞ്ഞിരിക്കുന്ന മുഴുവൻ ആൾക്കാരെയും ഞങ്ങൾ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അവർ ഈ പറഞ്ഞതുപോലെയുള്ള തെറ്റുകളൊന്നും ചെയ്തിട്ടില്ല, ശ്രീദേവിയെ അവർ ഉപദ്രവിച്ചിട്ടില്ല എന്നൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞ് ക്ലിയർ ചെയ്യാനുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഇപ്പൊ തന്നെ സ്റ്റേഷനിലേക്ക് വരണം എന്ന് പറയുമ്പോൾ ശ്രീകല ശരി മാഡം, ഞങ്ങൾ ഇപ്പൊ തന്നെ വരാം എന്നൊക്കെ പറഞ്ഞ് ഫോൺ വെക്കുകയാണ് കേട്ടോ. എന്നിട്ട് ഉദയഭാനുവിനോട് പറയാണ്, ദേ മനുഷ്യ, നമുക്ക് ഇപ്പൊ തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് പോകണം. നമ്മൾ കൊടുത്ത കംപ്ലൈന്റ് ഏറ്റു. ദേവമംഗലത്തുകാർ മൊത്തം ഇപ്പൊ പോലീസ് സ്റ്റേഷനിൽ നിൽക്കുക. ആ സീനൊക്കെ നമുക്കൊന്ന് കാണണ്ടേ. ഇനിയാണ് ആ ദേവമംഗലത്തുകാർ മുഴുവൻ നമ്മുടെ കാലി വന്ന് വീഴാൻ പോകുന്നത് എന്നൊക്കെ ശ്രീകല പറയുമ്പോൾ ഉദയഭാനു പറയാണ്, ശ്രീകലെ, എനിക്കിപ്പോഴും പേടി മാറിയിട്ടില്ല. നമ്മൾ ഈ ചെയ്തു കൂട്ടുന്ന കാര്യങ്ങളൊക്കെ തിരിഞ്ഞ് നമ്മൾക്കെതിരായിട്ട് തന്നെ വരുമോ? അവസാനം ഞാൻ ആ കടയിൽ നിന്ന് പണം മോഷ്ടിക്കുന്ന വീഡിയോ എങ്ങാനും ആ ആനന്ദ് ആ ഇൻസ്പെക്ടർക്ക് കാണിച്ചു കൊടുത്താൽ എല്ലാം കഴിഞ്ഞില്ലേ. പിന്നെ ഞാൻ മാത്രമല്ല, കള്ള കംപ്ലൈന്റ് കൊടുത്തതിന്റെ പേരിൽ നീയോ അകത്ത് കിടക്കേണ്ടി വരും എന്നൊക്കെ ഉദയഭാനു പറയുമ്പോൾ, ഓ മനുഷ്യ, ഇങ്ങനെ പേടിക്കല്ലേ. അതിനും കൂടെ, ആ കാര്യത്തിനും കൂടെ ഞാനൊരു പരിഹാരം കണ്ടിട്ടുണ്ട്. അതും കൂടെ ശരിയാക്കാനാ നമ്മളിപ്പോ സ്റ്റേഷനിലേക്ക് പോകുന്നത്. നിങ്ങൾ വേഗം വാ. പിന്നെ കുറച്ചു മുമ്പ് പോലീസുകാരോട് നമ്മൾ പറഞ്ഞ കഥകളൊക്കെ ഓർമ്മയുണ്ടല്ലോ, നമ്മുടെ മോളെ സ്ത്രീധനം ചോദിച്ചു, ഉപദ്രവിച്ചു എന്നൊക്കെ. അതേ കഥകൾ ഒട്ടും മാറ്റം വരുത്താതെ ഇപ്പോഴും അതേപോലെ പോയി പറയണം. എന്തെങ്കിലും കാര്യത്തിൽ നിങ്ങൾ കുളമാക്കി വെച്ചാ പിന്നെ നിങ്ങളെ കൊന്നിട്ടായിരിക്കും ഞാൻ ജയിലിൽ പോകുന്നത്. വേഗം ആ മനുഷ്യ എന്നൊക്കെ പറഞ്ഞ് ഉദയഭാനുവിനെയും കൂട്ടിക്കൊണ്ട് പോലീസ് സ്റ്റേഷനിലേക്ക് പോവാണ് കേട്ടോ. അങ്ങനെ സ്റ്റേഷന്റെ അടുത്ത് എത്തിയതും ശ്രീകല ഇങ്ങനെ എത്തി നോക്കുകയാണ്. അപ്പോൾ സ്റ്റേഷന്റെ ഫ്രണ്ടിൽ തന്നെ ആ ഒരു പോലീസ് കോൺസ്റ്റബിൾ, ആ ഒരു ക്ലർക്ക് ഉണ്ടല്ലോ, കൈക്കൂലി വാങ്ങുന്ന ഒരു പോലീസുകാരി, ആ പുള്ളിക്കാരി അവിടെ ഫ്രണ്ടിൽ തന്നെ ഇരിക്കുകയാണ് കേട്ടോ. ഉദ്ദേശിച്ച ആള് മുമ്പിൽ തന്നെ ഇരിക്കുന്നുണ്ട്. നിങ്ങൾ വാ മനുഷ്യ എന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ട് പോവുകയാണ്. എന്നിട്ട് പോലീസ് സ്റ്റേഷന് മുമ്പിൽ എത്തിയ ശേഷം നിക്ക് 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 എന്ന് പറഞ്ഞ് ഉദയഭാനുവിനെ അവിടെ നിർത്തിയിട്ട് സ്റ്റേഷനകത്തേക്ക് ഇങ്ങനെ എത്തി നോക്കുകയാണ് കേട്ടോ. നോക്കുമ്പോൾ അവിടെ ബാലനും ഗോമതിയും ആനന്ദും മാത്രമല്ല, ദേവമംഗലത്തുകാരും മൊത്തം നിൽക്കുകയാണ്, മീനും ഒഴികെ. അതൊക്കെ കാണുമ്പോൾ ശ്രീകലയ്ക്ക് വലിയ സന്തോഷമാവുന്നുണ്ട്. അങ്ങനെ തന്നെ വേണം, എന്നോട് കളിച്ചാലേ ഇങ്ങനെ ഇരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രീകല ഈ ഫ്രണ്ടിലിരിക്കുന്ന ആ പോലീസുകാരിയോട് ഇങ്ങനെ പോയി സംസാരിക്കാൻ കേട്ടോ. മാഡത്തിന്റെ പേര് അശ്വതി മാഡം എന്നല്ലേ, മാഡത്തിനോട് ഞങ്ങൾക്ക് കുറച്ച് സംസാരിക്കാനുണ്ട് എന്ന് പറയുമ്പോൾ, പറയൂ എന്ന് പറയാണ്. അപ്പോൾ ശ്രീകല പറയാട്ടോ, ഒന്നുമില്ല മാഡം, ഞങ്ങൾക്ക് വേണ്ടി ഒരു ചെറിയ സഹായം ചെയ്തു തരണം. നേരത്തെ പെറ്റീഷനിൽ ദേവിമോളുടെ ഒപ്പിടാൻ വേണ്ടി ഞങ്ങൾക്കൊരു ചെറിയ സഹായം ചെയ്തു തന്നില്ലേ, അതേപോലെ ഒരിക്കൽ കൂടെ ഒരു സഹായം കൂടെ ഒന്ന് ചെയ്തു തരണം. മാഡത്തെ ഞങ്ങൾ കാണേണ്ട പോലെ കണ്ടോളാം എന്നൊക്കെ പറയുമ്പോൾ ഈ മാഡം ഇങ്ങനെ പറയണം, വല്ലതും തടയുന്ന കേസാണോ ചോദിക്കുമ്പോൾ, തടയാം, എന്ത് വേണേലും തടയാം, ഞങ്ങൾക്ക് ഈ സഹായം ഒന്ന് ചെയ്തു തന്നാൽ മാത്രം മതി, അത്രയ്ക്ക് അത്യാവശ്യം ആയതുകൊണ്ടാണ് ചോദിക്കുമ്പോൾ, നിങ്ങൾ കാര്യം പറ എന്ന് പറയണം. അപ്പോൾ ശ്രീകല പറയണം, ഒന്നുമില്ല മാഡം, അകത്ത് നിൽക്കുന്ന ആ ദേവമംഗലം വീട്ടുകാരുണ്ടല്ലോ, അതിൽ ആ ചോന്ന ഷർട്ടിട്ട് നിൽക്കുന്നവനില്ലേ, അവനാണ് ആനന്ദ്, ഞങ്ങളുടെ മരുമോൻ. അവന്റെ ഫോണിൽ ഒരു വീഡിയോ ഉണ്ട്. ദേ ഈ മനുഷ്യന്റെ വീഡിയോയാ, ആരും കാണാതെ ആരും അറിയാതെ അവന്റെ ഫോണിൽ നിന്ന് ആ വീഡിയോ ഒന്ന് ഡിലീറ്റ് ചെയ്യണം. വേറെ ഒന്നുമല്ല, ഞങ്ങൾക്കൊരു അബദ്ധം പറ്റിയിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ മോളുടെ വീടല്ലേ, മോളുടെ കടയല്ലേ, മോളുടെ കട എന്ന് വെച്ചാൽ ഞങ്ങളുടെയും കൂടെ കടയല്ലേ എന്നൊക്കെ വിചാരിച്ച് ഒരു അവകാശത്തിന്റെ പേരിൽ അവരുടെ കടയുണ്ടല്ലോ, ആ ഗോമതി സ്റ്റോർ, അവിടെ നിന്ന് ഞങ്ങൾ കുറച്ച് പണം എടുത്തിരുന്നു. ഒരു ചെറിയ തുക, വെറും 30,000 രൂപ. അതും ഒരുമിച്ച് എടുത്തൊന്നുമല്ല, കുറച്ച് തവണകളായിട്ടാ പണം എടുത്തത്. അതിലൊരു തവണ പണം എടുക്കുമ്പോൾ ആ ദുഷ്ടൻ ആനന്ദ് അവന്റെ ഫോണിൽ അത് വീഡിയോ എടുത്തു വെച്ചു. ഇപ്പോ ഞങ്ങൾ അവർക്കെതിരെ കംപ്ലൈന്റ് കൊടുത്തിരിക്കുകയാണല്ലോ. അതിന്റെ ദേഷ്യത്തിൽ ആ ആനന്ദ് എങ്ങാനും അവന്റെ ഫോണിലുള്ള വീഡിയോ ഇൻസ്പെക്ടർ മാഡത്തെ കാണിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ ഉറപ്പായിട്ടും കുടുങ്ങും. ഇത്തവണ ഞങ്ങൾ തോറ്റു കഴിഞ്ഞാൽ ഞങ്ങളുടെ മോളുടെ ജീവിതം എന്നൊക്കെ പറയുമ്പോൾ, ഓഹോ, അപ്പൊ അതാണ് കാര്യം. അവരുടെ കടയിൽ നിന്ന് നിങ്ങൾ പണം മോഷ്ടിച്ചു, അത് ആനന്ദ് വീഡിയോ എടുത്തിട്ട് ആ വീഡിയോ കാരണം അവരുടെ വീട്ടിൽ അത് പെട്ടു. അതിന്റെ ദേഷ്യത്തില് നിങ്ങളുടെ മോളെ അവർ പുറത്താക്കി. അതുകൊണ്ടാണ് ഇപ്പോ ഈ കംപ്ലൈന്റുമായിട്ട് നിങ്ങൾ ഇവിടെ വരെ വന്നത് അല്ലേ, അതല്ലേ കാര്യം എന്ന് ചോദിക്കുമ്പോൾ, അയ്യോ മാഡം, അങ്ങനെയൊന്നും അല്ല, ഞങ്ങൾ പറഞ്ഞതൊക്കെ സത്യമാ. പക്ഷെ അതിനിടയ്ക്ക് ഞങ്ങൾക്കും ഇങ്ങനെ ഒരു ചെറിയൊരു അബദ്ധം പറ്റിപ്പോയി, അതൊന്ന് ഇല്ലാതാക്കാനാ മാഡത്തോട് ഞങ്ങൾ സഹായം ചോദിച്ചത്. എന്ത് വേണേലും തരാം എന്നൊക്കെ പറയുമ്പോൾ, കുറച്ച് ചിലവാകുന്ന കേസാണ്, ഒരു 5,000 രൂപ വേണ്ടി വരും, കയ്യിലുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ, 5,000 അത് കുറച്ച് കൂടുതലല്ലേ ചോദിക്കുമ്പോൾ, എന്നാ പിന്നെ ഇപ്പൊ തന്നെ ഞാൻ ഇൻസ്പെക്ടറോട് പോയി നിങ്ങൾ എന്നോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ പോയി പറയാം, എന്താ എന്ന് ചോദിക്കുമ്പോൾ, അയ്യോ മാഡം ചതിക്കല്ലേ എന്നൊക്കെ പറഞ്ഞ് കയ്യിലുള്ള മോതിരമൊക്കെ വിറ്റിട്ടോ എങ്ങനെയൊക്കെയോ ആ പണം അറേഞ്ച് ചെയ്ത് ഈ കോൺസ്റ്റബിൾക്ക് കൊടുക്കുകയാണ് കേട്ടോ. അങ്ങനെ അതൊക്കെ വാങ്ങിച്ചുകൊണ്ട് ഇവര് ബാക്കിയൊക്കെ ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞ് ഇങ്ങനെ നിൽക്കുകയാണ്. ആ സമയത്താണ് അകത്ത് നിൽക്കുന്ന ആകാശ് മീനുവിനെ അവിടെ നിന്ന് ഫോൺ ചെയ്ത് ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറയുന്നത് കേട്ടോ. അപ്പൊ അത് കണ്ടിട്ട് അവിടുത്തെ ഇൻസ്പെക്ടർ പറയാണ്, പോലീസ് സ്റ്റേഷനിൽ വെച്ച് ഫോണിൽ ആരോട് സംസാരിക്കാൻ പാടില്ല എന്നറിയില്ലേ, അശ്വതി എല്ലാവരുടെ ഫോണും വാങ്ങിച്ചു
വെച്ചേ എന്നൊക്കെ പറയുമ്പോൾ എല്ലാവരും അവരവരുടെ ഫോൺ കൊടുക്കുകയാണ് കേട്ടോ. അങ്ങനെ അശ്വതി മാഡം എല്ലാവരുടെയും ഫോൺ വാങ്ങിച്ചു വെക്കുകയാണ്. ഇപ്പോൾ കള്ളൻ്റെ കയ്യിൽ തന്നെ താക്കോല് കിട്ടി. അങ്ങനെ അശ്വതി മാഡം അവിടുന്ന് ആനന്ദിന്റെ ഫോൺ മാത്രം തപ്പിയെടുത്തുകൊണ്ട് ആ വീഡിയോ നൈസായിട്ട് അതിന് ഡിലീറ്റ് ചെയ്ത് കളയാൻ കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ശ്രീകലയും ഉദയഭാനും ഇങ്ങനെ പോലീസ് സ്റ്റേഷനകത്തേക്ക് വരികയാണ്. അപ്പോൾ ഇൻസ്പെക്ടർ പറയണം, ആ വന്നോ, നിങ്ങളെയാ കാത്തിരുന്നത്, കയറി വാ, എന്നിട്ട് നിങ്ങൾ ഇങ്ങോട്ട് വന്നേ എന്ന് പറഞ്ഞ് ശ്രീകലയും ഉദയഭാനുവിനെയും റൂമിലേക്ക് വിളിച്ചുകൊണ്ട് പോവാണ്. ഇൻസ്പെക്ടറുടെ ഒരു ക്യാബിനിലേക്ക് വിളിച്ചുകൊണ്ട് പോവാണ് കേട്ടോ. എന്നിട്ട് അവിടെ പോയി ഇൻസ്പെക്ടർ ചോദിക്കുകയാണ്, നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളൊന്നും അല്ലല്ലോ അവർ പറയുന്നത്, കാണുമ്പോൾ തന്നെ അതൊരു മാന്യമായ കുടുംബം പോലെയാണല്ലോ തോന്നുന്നത്, നിങ്ങൾ ഈ കംപ്ലൈൻറ്റിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊന്നും വിശ്വസനീയമല്ലല്ലോ എന്നൊക്കെ പറയുമ്പോൾ, അയ്യോ മാഡം അങ്ങനെ പറയരുത്, ഞങ്ങൾ പറഞ്ഞതെല്ലാം സത്യമാണ്, എല്ലാവരും കുടുംബത്തോടെ അഭിനയിച്ചുകൊണ്ടിരിക്കുക എന്നൊക്കെ പറയുമ്പോൾ ഇൻസ്പെക്ടർ ചോദിക്കുകയാണ്, ആ അതൊക്കെ അവിടെ ഇരിക്കട്ടെ, നിങ്ങളുടെ മോളുടെ പഠിപ്പിന്റെ കാര്യം, പിന്നെ നിങ്ങൾ വേറെ എന്തൊക്കെയോ കാര്യങ്ങളിൽ കള്ളം പറഞ്ഞു എന്നൊക്കെ അവർ പറയുന്നുണ്ടല്ലോ, അതൊക്കെ സത്യമാണോ ചോദിക്കുമ്പോൾ, അതൊക്കെ സത്യമാണ് മാഡം, അതിപ്പോൾ ഒന്ന് രണ്ട് നുണ പറയാതെ ആരാ മാഡം ഇന്നത്തെ കാലത്ത് കല്യാണം കഴിപ്പിക്കുന്നത്, ഇതൊക്കെ ഒരു സാധാരണമായിട്ടുള്ള കാര്യങ്ങളല്ലേ, ഒന്ന് രണ്ട് കാര്യങ്ങളിൽ ചെറിയ ചെറിയ നുണകൾ പറഞ്ഞിട്ടുണ്ട് എന്ന് വെച്ചിട്ട് എൻ്റെ മോളോട് അവർ ചെയ്ത ഉപദ്രവമൊന്നും ഇല്ലാതാകുന്നില്ലല്ലോ മാഡം എന്നൊക്കെ പറഞ്ഞിങ്ങനെ വാദിക്കുകയാണ് കേട്ടോ. അപ്പൊ ഇൻസ്പെക്ടർ പറയാണ്, ആ ശരി നിങ്ങൾ ഇങ്ങോട്ട് മാറി നിൽക്ക് എന്നും പറഞ്ഞിട്ട് അവരെ ദേവമംഗലത്തുകാരെ മൊത്തം ക്യാബിനിലേക്ക് വിളിക്കുകയാണ് കേട്ടോ. എന്നിട്ട് അവരോട് പറയാണ്, ഇവര് പറയുന്നതിലും കാര്യമുണ്ടല്ലോ, ചെറിയ 4 നുണകൾ പറഞ്ഞു എന്ന് വെച്ച് അതിന്റെ പേരിൽ ആരെങ്കിലും സ്വന്തം ഭാര്യയെ വീട്ടിൽ നിന്ന് പുറത്താക്കുമോ ചോദിക്കുമ്പോൾ ആനന്ദ് പറയാണ് കേട്ടോ, അയ്യോ മാഡം, എന്റെ ഭാര്യ പഠിക്കാത്തതിലോ അവൾക്ക് പണം ഇല്ലാത്തതിലോ എനിക്ക് യാതൊരു പ്രശ്നവുമില്ല മാഡം, പക്ഷെ എന്നോട് കള്ളം പറഞ്ഞ് അവൾ എന്നെ ചതിച്ചു, അതാണ് എനിക്ക് ഏറ്റവും വലിയ പ്രശ്നം, മാത്രമല്ല ഈ കുടുംബം മുഴുവൻ കള്ളന്മാരാണ് മാഡം, അതിന്റെ തെളിവ് എന്റെ ഫോണിൽ എന്റെ കയ്യിലുണ്ട്, എന്റെ അച്ഛൻ ഒരു കട നടത്തുന്നുണ്ട്, ഗോമതി സ്റ്റോഴ്സ് എന്ന ഞങ്ങളുടെ കടയുടെ പേര്, ആ കടയിൽ നിന്ന് ഈ നിൽക്കുന്ന ഉദയഭാനു പണം മോഷ്ടിച്ചിട്ടുണ്ട് മാഡം, അതും ഒരു തവണയല്ല പല തവണയായിട്ട്, ചെറിയ എമൗണ്ട് ഒന്നുമല്ല, 25,000 രൂപ 5,000 രൂപ അങ്ങനെയൊക്കെയാ മോഷ്ടിച്ചിട്ടുള്ളത്. 1-2 തവണ കടയിൽ നിന്ന് പണം മോഷണം പോയപ്പോൾ എനിക്കൊരു സംശയം തോന്നിയിരുന്നു, അതുകൊണ്ട് ആരും അറിയാതെ ഒരു ചെറിയ ക്യാമറ ഞാൻ കടയിൽ ഫിറ്റ് ചെയ്തു, അടുത്ത തവണ ഇയാൾ ഞങ്ങളുടെ കടയിൽ കയറി പണം മോഷ്ടിച്ചപ്പോൾ ആ ക്യാമറയിൽ അത് പതിഞ്ഞു മാഡം, ആ വീഡിയോ ഇപ്പോഴും എൻ്റെ ഫോണിലുണ്ട്, ഇയാളെ പോലെ തന്നെയാ ഇയാളുടെ മോളും, ഇയാൾക്ക് അവിടുന്ന് പണം മോഷ്ടിക്കാൻ സൗകര്യം ഒരുക്കി കൊടുക്കാനാണ് എൻ്റെ ഭാര്യ ഗോമതി സ്റ്റോറിൽ ജോലി ചെയ്യാണെന്ന് പറഞ്ഞ് ആ കടയിൽ പോയിരുന്നത്, ഇത്രയൊക്കെ ഇവർ ചെയ്തു കൂട്ടിയിട്ട് അവസാനം ഞങ്ങൾക്കെതിരെ കംപ്ലൈന്റ് തന്നിരിക്കുന്നു, ഇതൊന്നും വിശ്വസിക്കരുത് മാഡം, ഇവരൊക്കെ കള്ളന്മാരാ, ആരെയും വിശ്വസിക്കരുത് എന്നൊക്കെ പറയുമ്പോൾ, നിങ്ങളുടെ കയ്യിൽ പണം മോഷ്ടിക്കുന്ന വീഡിയോ ഉണ്ടെന്നല്ലേ പറഞ്ഞത്, ആ വീഡിയോ ഒന്ന് എടുത്തേ നോക്കട്ടെ എന്ന് പറയാണ് ഇൻസ്പെക്ടർ. അങ്ങനെ ശ്രീകല പറയാണ് കേട്ടോ, ഒരു വീഡിയോയും ഇല്ല മാഡം, അയ്യോ എല്ലാം കള്ളമാ പറയുന്നത്, ഇതൊന്നും വിശ്വസിക്കരുത്, ഞങ്ങൾ പാവങ്ങളാ മാഡം, ഞങ്ങളുടെ കൂടെ നിൽക്കണം, ഞങ്ങളുടെ മോളെ ഒഴിവാക്കാൻ ഇവർ പല കള്ളക്കഥകളും ഉണ്ടാക്കും, 1-2 കാര്യത്തിൽ നുണ പറഞ്ഞു എന്നുള്ളത് സത്യമാണ്, അല്ലാതെ ഈ പറഞ്ഞ പോലെ ഞങ്ങൾ ആരും ഇവരുടെ കടയിൽ കയറി പണം മോഷ്ടിച്ചിട്ടൊന്നും ഇല്ല, ഗോമതി സ്റ്റോറിൽ ഇവർ നിർബന്ധിച്ച് ജോലിക്ക് നിർത്തിയതാ ഞങ്ങളുടെ മോളെ, അല്ലാതെ അവളായിട്ട് കയറി പോയതൊന്നും അല്ല, അയ്യോ ഞങ്ങൾ അങ്ങനത്തെ ആളുകളൊന്നും അല്ല മാഡം എന്നൊക്കെ പറഞ്ഞിരുന്ന് കരയാണ് കേട്ടോ അവിടെ. അപ്പൊ ആനന്ദ് പറയാണ്, ദേ നിങ്ങൾ നാടകം കളിക്കരുത്, ആ വീഡിയോ ഞാനിപ്പോൾ കാണിച്ചു കൊടുത്താലുണ്ടല്ലോ എന്നൊക്കെ പറയുമ്പോൾ, ആഹാ അങ്ങനെ ഒരു വീഡിയോ ഉണ്ടോ നിന്റെ കയ്യിലുണ്ടോ, എന്നാൽ പിന്നെ അത് കാണിക്ക് വീഡിയോ എന്നൊക്കെ പറയുമ്പോൾ ആനന്ദ് ഇങ്ങനെ പറയാണ്, ഞാനിപ്പോൾ കാണിച്ചു തരാം മാഡം എന്ന് പറഞ്ഞിട്ട് ഫോണിൽ ആ വീഡിയോ എടുത്ത് ചെക്ക് ചെയ്ത് നോക്കുകയാണ് കേട്ടോ. പക്ഷെ എത്ര തെരഞ്ഞിട്ടും എവിടെ നോക്കിയിട്ടും ആ വീഡിയോ കാണുന്നില്ല. അങ്ങനെ മാഡം ചോദിക്കുക, ഇൻസ്പെക്ടർ ചോദിക്കുകയാണ്, എവിടെ വീഡിയോ എവിടെ, പെട്ടെന്ന് എടുക്ക് എന്ന് പറയുമ്പോൾ, ഒരു മിനിറ്റ് മാഡം എന്നും പറഞ്ഞ് ആനന്ദ് ഇങ്ങനെ തെരഞ്ഞ് നോക്കുകയാണ്. പക്ഷെ ആ വീഡിയോ കാണുന്നില്ല. അവസാനം ആനന്ദ്, അയ്യോ മാഡം ആ വീഡിയോ അത് കാണുന്നില്ല എന്ന് പറയുമ്പോൾ, നിങ്ങളെന്താ വേഷം കെട്ടിറക്കുകയാണോ എന്നൊക്കെ ഇൻസ്പെക്ടർ ചോദിക്കുമ്പോൾ ആര്യൻ ഉടനെ പറയാണ് കേട്ടോ, എൻ്റെ കയ്യിലുണ്ട് മാഡം, ഏട്ടൻ ആ വീഡിയോ എനിക്കും അയച്ചിട്ടുണ്ടായിരുന്നു, എൻ്റെ കയ്യിലും ആ വീഡിയോ ഉണ്ട് എന്ന് പറയുമ്പോൾ ആകാശ് പറയാണ്, അതെ മാഡം എൻ്റെ ഫോണിലും ആ വീഡിയോ ഉണ്ട്, ഏട്ടൻ എനിക്കും അയച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറയണം കേട്ടോ. ഇത് പ്രതീക്ഷിക്കാത്ത നമ്മുടെ ഉദയഭാനും ശ്രീകലയും ഇങ്ങനെ ഞെട്ടിയിട്ട് നോക്കുകയാണ്, അയ്യോ ആനന്ദിന്റെ കയ്യിൽ മാത്രമാണെന്നാണല്ലോ വിചാരിച്ചത്, ഇവന്മാരുടെ മൊത്തം പേരുടെ കയ്യിലും ഉണ്ടായിരുന്നോ, എന്നാലും ഇവരുടെ ഒരു ഒത്തൊരുമ എന്നൊക്കെ വിചാരിച്ച് ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പൊ ഇനി സംഭവിക്കാൻ പോകുന്നത് എന്താണ്, ഇങ്ങനെയൊക്കെ സംഭവിച്ചാൽ എങ്ങനെ ഇരിക്കും എന്നൊക്കെ നിങ്ങൾ കമന്റ് ബോക്സിൽ പറയൂ കേട്ടോ. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്കും തരാൻ മറക്കരുത് കേട്ടോ. താങ്ക് യു, ബൈ.